ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാലത്ത് പല വികസ്വര രാജ്യങ്ങളിലുള്ള ചെറുപ്പക്കാരുടെയും വലിയൊരു സ്വപ്നമാണ് ഏതെങ്കിലും വികസിത രാജ്യത്ത് പോയി നല്ലൊരു ജോലിയും പണവും സമ്പാദിക്കണം എന്നുള്ളത്. ഇന്ത്യയിലാണെങ്കിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ദശാബ്ദങ്ങളിലായി ഉണ്ടായ IT വളർച്ച മൂലം ധാരാളം ചെറുപ്പക്കാർ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ജോലി സമ്പാദിച്ച് അവിടെ സ്ഥിരതാമസമാക്കുകയുണ്ടായി. ഇതിൻ്റെ ഫലമായി ഇന്ന് ലോകത്തിലെ പല വൻകിട കമ്പനികളുടെ തലപ്പത്ത് ഇന്ത്യക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിദേശത്ത് പോയി ജീവിതം മെച്ചപ്പെടുത്തി കൊണ്ടുവരണം എന്നുള്ളത് ഇവിടുത്തെ മിക്ക ചെറുപ്പക്കാരുടെയും സ്വപ്നമാണ്. എന്നാൽ നിങ്ങളുടെ കൂട്ടുകാരെയോ സഹപ്രവർത്തകരായിരുന്നവരെയോ പോലെ വിദേശത്ത് പോയി നല്ല ജോലി സമ്പാദിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കൈവന്നിട്ടില്ലെങ്കിൽ ആ ഭാഗ്യം നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കുവാൻ ചില ജ്യോതിഷ മാർഗങ്ങൾ നിങ്ങളെ സഹായിക്കും. ജ്യോതിശാസ്ത്രപരമായി രാഹു, കേതു, ശുക്രൻ എന്നീ ഗ്രഹങ്ങളാണ് വിദേശവാസത്തിന് നിങ്ങൾക്ക് യോഗമുണ്ടോ എന്നത് തീരുമാനിക്കുന്നത്. അതോടൊപ്പം 3, 9, 12 ഭാവങ്ങളുടെ ഗ്രഹനിലയും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. രാഹു, കേതു, ശുക്രൻ എന്നിവയുടെ ഗ്രഹനില ഒത്തുവന്നാൽ ആ വ്യക്തിക്ക് വിദേശയാത്രയ്ക്ക് യോഗമുണ്ട് എന്നർത്ഥം. ഇതുകൂടാതെ വേദജ്യോതിശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന സർവാഷ്ടക പട്ടിക ഉപയോഗിച്ചും ഒരാൾക്ക് വിദേശയാത്രയ്ക്ക് യോഗമുണ്ടോ എന്ന് പരിശോധിക്കാം. ഇതിൻ പ്രകാരം 3, 9, 12 ഭാവങ്ങളിൽ സംഖ്യകൾ പരിശോധിച്ച് അത് കൂട്ടുമ്പോൾ കിട്ടുന്നത് 28 എന്നതിന് മുകളിലുള്ള സംഖ്യയാണെങ്കിൽ ആ വ്യക്തിക്ക് വിദേശയാത്രയ്ക്കും വിദേശവാസത്തിനും യോഗമുണ്ട് എന്നാണ് അർത്ഥം. ഇവയല്ലാതെ വിദേശയാത്രയുടെ സാധ്യത വർദ്ധിപ്പിക്കുവാനായി ജ്യോതിശാസ്ത്രത്തിൽ പല മാർഗങ്ങളുമുണ്ട്. അടുത്തതായിട്ട് അവ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യത്തേത് രാഹു ശനി സ്തോത്രമാണ്. രാഹുവോ ശുക്രനുമായോ അല്ലെങ്കിൽ രണ്ടിനും ഒരുമിച്ചോ 3, 9, 12 ഭാവങ്ങളുടെ ഗ്രഹനിലയുമായി ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ശനി അല്ലെങ്കിൽ രാഹു സ്തോത്രം ഭജിക്കേണ്ടതാണ്. ഇത് പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങളുടെ വിദേശയാത്ര കൃത്യസമയത്ത് നടക്കുവാനായി സഹായിക്കുന്നു. അടുത്തത് രാഹു ബീജമന്ത്രമാണ്. വിദേശത്ത് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും രാഹു ബീജമന്ത്രം ഭജിക്കണം. ഈ മന്ത്രം 40 ദിവസം കൊണ്ട് 18,000 തവണ ഭജിച്ചാൽ വിദേശ ജോലിയുടെ രൂപത്തിൽ നിങ്ങൾക്ക് ഭാഗ്യം കൈവന്നു ചേരും. അടുത്തത് കാലഭൈരവ അഷ്ടകം. ഒരു വ്യക്തിക്ക് ആഗ്രഹ സാഫല്യം നടക്കാതിരിക്കുന്നതിനും ജോലി ലഭിക്കാതിരിക്കുന്നതിനും പ്രധാന കാരണം രാഹുവിൻ്റെ ബലക്ഷയമാണ്. രാഹുവിന് ബലം പ്രാപിക്കുവാൻ നിത്യവും കാലഭൈരവ അഷ്ടകം ജപിച്ചാൽ വേഗത്തിൽ ഫലം ലഭിക്കുകയും നിങ്ങളുടെ വിദേശ ജോലി എന്ന മോഹം ഫലപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും. അടുത്തത് ശിവനും ഗണപതിക്കും പൂജ ചെയ്യുക എന്നതാണ്. ഹിന്ദു വിശ്വാസപ്രകാരം ഭഗവാൻ ശിവൻ ഈ ലോകത്തിൻ്റെ തന്നെ നാഥനാണ്. ഗണേശ ഭഗവാൻ വിഘ്നങ്ങൾ അകറ്റുന്ന ഈശ്വരനും, രാഹുവിൻ്റെ ആരാധനാമൂർത്തി ശിവനും കേതുവിൻ്റെ ആരാധനാമൂർത്തി ഗണപതിയും ആകയാൽ ഇവർ രണ്ടുപേരെയും പൂജിച്ചാൽ തടസ്സങ്ങൾ നീങ്ങുകയും ഭാഗ്യം കൈവരുകയും ചെയ്യുന്നു. അടുത്തത് 8 മുഖരുദ്രാക്ഷം അണിയുക എന്നുള്ളതാണ്. രുദ്രാക്ഷം എന്നത് ശരീരത്തിനും മനസ്സിനും ശക്തി പകരുന്ന ഗുരുവാര്യന്മാരും മുനിമാരും കാലാകാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന ഒന്നാണ്. 8 മുഖങ്ങളുള്ള രുദ്രാക്ഷം രാഹുവിൻ്റെ അപഹാരത്തെ നിയന്ത്രിക്കുവാൻ സഹായിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ വിദേശത്ത് ജോലി ലക്ഷ്യം വയ്ക്കുന്നവർ 8 മുഖരുദ്രാക്ഷം അണിയുന്നത് അത്യുത്തമമാണ്. അത് നിങ്ങൾക്ക് ഭാഗ്യവും ഉയർച്ചയും ആഗ്രഹങ്ങളുടെ ഫലപ്രാപ്തിയും സമ്മാനിക്കുന്നു. അടുത്തത് രത്നക്കല്ലുകൾ അണിയുക എന്നുള്ളതാണ്. വേദജ്യോതിശാസ്ത്ര പ്രകാരം ഓരോ ഗ്രഹവും ഓരോ രത്നങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ഇവ സൂര്യന്റെ വെളിച്ചത്തെ ആകാശത്ത് നിന്ന് ആകർഷിച്ച് അവയുടെ പ്രഭാവത്തെ ആ രത്നം അണിഞ്ഞിരിക്കുന്ന ആളിന്റെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നു. ഇത് ഗ്രഹങ്ങളുടെ നില നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരുവാനും സഹായിക്കുന്നു. രാഹു, കേതു, ശുക്രൻ എന്നിവയ്ക്ക് നിങ്ങളുടെ ജാതകവശാൽ വിദേശത്ത് പോകാനുള്ള യോഗത്തിൻ്റെ കാര്യത്തിൽ സ്വാധീനമുണ്ടെങ്കിൽ ഈ പറയുന്ന രത്നങ്ങൾ നിങ്ങൾ അണിയാവുന്നതാണ്. രാഹു ഗോമേതകം, കേതു വൈഡൂര്യം, ശുക്രൻ ഇന്ദ്രനീലം. ഇനി അടുത്ത ഒരു വഴി എന്ന് പറയുന്നത് ദാനങ്ങൾ ചെയ്യുക എന്നതാണ്.
ദാനകർമ്മങ്ങൾ നടത്തിയാൽ വിദേശത്ത് ജോലി പെട്ടെന്ന് ലഭിക്കുമെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. എല്ലാ ശനിയാഴ്ചകളിലും തേങ്ങയും ഉഴുന്നുപരിപ്പും കുഷ്ഠരോഗികൾക്കും ഭിക്ഷക്കാർക്കും ദാനം ചെയ്യുക. ഇത് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റി രാഹുവിനെ പ്രീതിപ്പെടുത്തുവാൻ സഹായിക്കുന്നു. ജ്യോതിശാസ്ത്രം ഉപദേശിക്കുന്ന ഈ മാർഗങ്ങൾ കൃത്യമായി പിന്തുടർന്നാൽ ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ വിദേശത്ത് നല്ല ജോലിയും ഉയർന്ന ജീവിത വിജയവും നേടാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.